വന്ന വഴി മറക്കുന്ന ആളാണ്. ഞാൻ ഒരിക്കലും വന്ന വഴി മറന്നിട്ടില്ല. നിങ്ങളിൽ ഓരോരുത്തർക്കും അറിയാം ഞാൻ വന്ന വഴി മറക്കാത്ത ആളാണ്. ഇന്നീ നിമിഷം വരെ അതിന് വന്ന വഴി എന്ന് പറഞ്ഞാൽ ഒരു വഴിയിൽ ചെന്നിട്ടില്ലല്ലോ. ഞാൻ വഴി കൂടെ നടക്കുന്നതല്ലേ ഉള്ളൂ, ഒരു വഴിയിലും എത്തിയിട്ടില്ല. എത്താൻ പോകുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ എത്തിയിട്ടേ ഇല്ല. ഞാൻ വന്ന യോ ഞങ്ങൾക്കറിയാമേ വന്ന വഴി മറക്കാത്ത ഒരാൾ തന്നെയാണ്. വന്ന വഴി മറക്കാത്ത ഒരാളുണ്ടെങ്കിൽ ഈ പറയുന്ന രേണുസുതി തന്നെയാണ്. ആർക്കെങ്കിലും സംശയമുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പുറകിലേക്ക് ഒന്ന് ചിന്തിക്കാം. ഈ പറയുന്ന ബിഷപ്പിന്റെ അടുത്ത് പോയ ആ ഒരു സമയം നിങ്ങൾ കാണണം. ആ ഒരു വീഡിയോ നിങ്ങൾ ആദ്യം ഒന്ന് കാണാം. ഞാൻ കാണിക്കട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയാം. പിതാവിന്റെ അടുത്ത് എന്നും നന്ദിയുള്ളവളാണ്, മുന്നോട്ടും നന്ദി തന്നെ ഉണ്ടാകത്തുള്ളൂ. രേണുസുതി എന്ന് പറയുന്ന വളർന്നു വരുന്ന ഒരു ചെറിയ കലാകാരി, ഇവരെ സമൂഹത്തിൽ അവഹേളിച്ച് ഒരു സ്ത്രീ എന്ന ബഹുമാനം പോലും കൊടുക്കാതെ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് കണ്ടതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. ഒരു വ്യക്തിയെ തരം താഴ്ത്താനായിട്ട് പൊതുസമൂഹത്തിൽ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്രവർത്തകർ ചെയ്യുന്നതിനോട് എന്നെ പോലുള്ള എളിയ ആൾക്കാർക്ക് ഒരു വിഷമമുണ്ട്. പ്രത്യേകിച്ച് ഒരു സ്ത്രീത്വത്തെ ബഹുമാനിക്കണം. ഇത് തന്നെയായിരുന്നു ബിഷപ്പ് ഈ പറഞ്ഞ കാര്യം തന്നെയായിരുന്നു ഞങ്ങൾ ഓരോരുത്തരും പറഞ്ഞിരുന്നത്. ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജോലി ചെയ്ത് ഇവർ അധ്വാനിച്ച് ജീവിക്കട്ടെ എന്ന് തന്നെയായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് കുറച്ച് ചിക്കിലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവർ സഹായിച്ചവരെ ഓരോരുത്തരെയും ചെളിവാരി എറിയാനായിട്ട് തുടങ്ങി. ഇവിടെ ബിഷപ്പിന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹവും മേടിച്ചുകൊണ്ടാണ് പുള്ളിക്കാരി തുടങ്ങിയത്. പിന്നെ ബിഷപ്പിന്റെ അടിവേര് വരെ ഈ പറയുന്ന ഈ രേണു ഇളക്കി എന്നുള്ളത് സത്യം തന്നെയാണ്. അത് സോഷ്യൽ മീഡിയയിൽ ഞാനൊക്കെ എത്രയോ വീഡിയോകൾ എടുത്തിട്ടുണ്ട്, റിയാക്ട് ചെയ്തിട്ടുണ്ട്.